എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണല്ലേ എല്ലായിടത്തും. ചൂടെന്ന് പറഞ്ഞാൽ നല്ല വെയിലല്ലേ. 2 നേരവും നമ്മുടെ ചെടികൾ നനച്ചു കൊടുക്കണം. രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പ് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമ്മുടെ ചെടികളിലൊക്കെ നല്ലപോലെ പച്ചപ്പോടുകൂടി ഇന്നലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവണമെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തേ മതിയാവത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ റോസാ ചെടിക്കൊക്കെ, പ്രത്യേകിച്ച് റോസാ ചെടിക്ക് ഒരുപാട് മുരടിപ്പ് വരാറുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ മുരടിപ്പൊന്നും ഇല്ലാതെ ആ ചെടി ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും ഏത് ചെടികൾക്കും കൊടുക്കാവുന്ന നല്ലൊരു പെസ്റ്റിസൈഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇലകളുടെ മുരടിപ്പും പ്രശ്നമാണ് ചെടികൾ പൂർണ്ണമായിട്ട് നശിച്ചു പോകാനുള്ള പ്രത്യേക ഒരു കാരണം. ട്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ കൊണ്ടാണ് നമ്മുടെ റോസാ ചെടിയൊക്കെ ഭയങ്കരമായിട്ട് മുരടിച്ചു പോകുന്നത്. അപ്പോൾ ഇതുപോലെ മുരടിപ്പൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഇതുപോലെ പൂക്കളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ടും പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. മാറി മാറി ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ നല്ല പച്ചപ്പൊടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. 2 നേരം നന്നായിട്ട് നനയ്ക്കണം. കുറച്ച് തണുത്ത വെള്ളത്തോടെ കൂടി മിക്സ് ചെയ്ത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പത്തിൽ ഐസ് കട്ടയൊക്കെ കൂടി വെച്ച് മിക്സ് ചെയ്ത് വെള്ളം നനച്ചു കൊടുക്കണം. കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അതായത് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ അങ്ങനെ നനച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. രാവിലെ പിന്നെ നമുക്ക് ചെറിയ തണുപ്പുണ്ടല്ലോ വെള്ളത്തിൽ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വൈകുന്നേരം നനയ്ക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തളിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചെടികളുടെ മുരടിപ്പ്, റോസാ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ട് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം. നല്ലൊരു ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം. അതായത് നമ്മുടെ വീട്ടിലുള്ള ആര്യവേപ്പിലയാണ് കേട്ടോ. ഒരു 3-4 തണ്ട് ആര്യവേപ്പിലയും 4-5 വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ പുളിച്ച തൈരും ആവശ്യമാണ്. അപ്പോൾ പുളിച്ച തൈര് നമ്മുടെ ചെടികളുടെ ഇലകളുടെ മുരടിപ്പ് മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ചെടികളിൽ പൂക്കൾ നിറയാനായിട്ട്, അപ്പോൾ മുരടിപ്പ് മാറിയാൽ മാത്രമേ പുതിയ തളർപ്പുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളും അതിൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മുരടിപ്പ് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന ഒരു കാര്യം. ഈ ചൂടുള്ള സമയത്ത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് റോസ മുരടിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ ആണ്. റോസാ ചെടിക്ക് മാത്രമല്ല പച്ചക്കറി തൈകൾക്കും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം ഒരുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ശകലം വെള്ളം കൂടെ ചേർന്ന് അരച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ഒക്കെ ആയിട്ട് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. അപ്പോൾ ഇത് 3 കൂടെ കൂടുമ്പോൾ നല്ലൊരു സൊല്യൂഷനാണ്. നമ്മുടെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാൻ സാധിക്കും. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. കെമിക്കലായിട്ടുള്ള ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ആദ്യമൊക്കെ പെട്ടെന്നൊരു നല്ലൊരു ഇതൊക്കെ തോന്നും, പക്ഷേ പിന്നീട് ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. 1 ലിറ്റർ മാക്സിമം 1 ലിറ്റർ മതി, ഇല്ലെങ്കിൽ 3/4 ലിറ്റർ വെള്ളം മതി. അപ്പോൾ നമ്മളിത് ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കടുപ്പത്തിൽ വേണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, വൈകുന്നേര സമയങ്ങളിലേ കൊടുക്കാവുള്ളൂ. അപ്പോഴാണ് ഈ കീടങ്ങളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്കിതിൽ 3/4 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് മാക്സിമം 1 ലിറ്റർ വെള്ളമേ ആകാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേയറിനകത്താക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ മുരടിപ്പൊക്കെ ഉള്ള റോസാ ചെടിയും മെഴുതി ചെടികളും പച്ചക്കറി തൈകളും ഒക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കാരണം ഏതൊരു ചെടിയിലും നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫംഗിസൈഡായിട്ടും പെസ്റ്റിസൈഡായിട്ടും ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1-2 ആഴ്ചക്കകം നല്ലപോലെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുരടിച്ച ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ ഇലകൾ വരുന്നത്, തളിർപ്പുകൾ വരുന്ന, മുരടിപ്പൊന്നും ഇല്ലാത്ത ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ നിറയണമെങ്കിൽ നല്ലപോലെ ഫ്രഷായിട്ടും നല്ല പച്ചപ്പൊടിക്കും ഇലകൾ നിൽക്കണമെങ്കിൽ നല്ല തണുത്ത വെള്ളവും ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക റോസയ്ക്കൊക്കെ. അതുപോലെ തന്നെ 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വളപ്രയോഗമൊക്കെ, ഈ ഒരു കീടനാശിനി പ്രയോഗമൊക്കെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക. നല്ല വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ വളങ്ങളും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ.